എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ ഓർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും, ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നും കാണാൻ പറ്റുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏത് സ്കൂളിൽ, ഏത് കോഴ്സിൽ, ഏത് ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് കാണാൻ സാധിക്കും. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് തിങ്കളാഴ്ചയായിരിക്കും ഇതിൻ്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിലുണ്ട്. ജസ്റ്റ് ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമുള്ള മെറിറ്റ് വേക്കൻസിയോടൊപ്പം അധികമായിട്ട് അനുവദിച്ച 138 ടെമ്പററി ബാച്ചുകളിലെ സീറ്റുകളും ചേർത്തുള്ള വേക്കൻസിയിൽ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ നൽകാനുള്ള അവസരം 2024 ജൂലൈ 19 ഉച്ചയ്ക്ക് 2 മണി വരെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ആകെ ലഭ്യമായിട്ടുള്ള 45,508 അപേക്ഷകളിൽ കൺഫർമേഷൻ പൂർത്തീകരിച്ച 44,830 അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ടുള്ള ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 22 രാവിലെ 10 മണി മുതലാണ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത്. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കൂൾ വഴിയും ഇത് പരിശോധിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുത്ത് സ്കൂളിൽ നിന്ന് നൽകുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അതേസമയം സ്കൂളിൽ കോമ്പിനേഷൻ മാറ്റം ലഭിച്ചാലും പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം പ്രവേശനം മാറ്റി കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്കൂൾ മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കാലതാമസം കൂടാതെ TCയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റും മറ്റ് ഒറിജിനൽ രേഖകളും നൽകി പുതിയ സ്കൂളിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് സ്കൂളിൽ നിന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്കൂളുകൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലിസ്റ്റും അതുപോലെ ടൈ റാങ്ക് റിപ്പോർട്ടും അഡ്മിൻ യൂസറിൽ ലഭ്യമാകുന്നതാണ്. അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ജൂലൈ 22 രാവിലെ 10 മണി മുതൽ ജൂലൈ 23 വൈകുന്നേരം 4 മണി വരെ, അതായത് തിങ്കളും ചൊവ്വാഴ്ചയുമാണ് അഡ്മിഷൻ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഓരോ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് നിലവിൽ പ്രവേശനം ലഭിച്ച സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ പ്രസ്തുത കോമ്പിനേഷൻ മാറ്റത്തിൻ്റെ ഫലമായി അടയ്ക്കേണ്ട തുക മാത്രം അധികമായിട്ട് അടച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ഓരോ കോമ്പിനേഷനിൽ തന്നെ മറ്റൊരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് കോഷൻ ഡെപ്പോസിറ്റ്, PTA ഫണ്ട് എന്നിവ നിങ്ങൾ പുതുതായിട്ട് കൊടുക്കണം. ബാക്കി പുതുതായിട്ട് ഫീസ് വേറെ ഒന്നും അടയ്ക്കേണ്ടതില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയതെങ്കിൽ ആ ഒരു സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. ഇനി പുതിയ സ്കൂളിൽ മറ്റൊരു കോമ്പിനേഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾ ഫീസും, അതായത് അധികമായിട്ട് എന്തെങ്കിലും കോമ്പിനേഷൻ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എക്സ്ട്രാ ഫീസ് വല്ലതും ഉണ്ടെങ്കിൽ, അതായത് അധിക ഫീസ് ഉണ്ടെങ്കിൽ അത് അടക്കുക. അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ്, PTA ഫണ്ട് എന്നിവയും അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു പുതുതായിട്ട് മറ്റൊരു സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിന്നും നിങ്ങൾ ഫീസ് അടച്ചതിന് ഒരു അഡ്മിഷൻ റെസിപ്റ്റ് തന്നിട്ടുണ്ടാകും. അതിൻ്റെ ആ റെസിപ്റ്റ് നിങ്ങൾ പുതുതായിട്ട് അഡ്മിഷൻ നേടിയ സ്കൂളിൽ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ അധിക ഫീസ് ഇനത്തിൽ മാത്രം വരുന്ന തുക മാത്രം വിദ്യാർത്ഥികൾ വീണ്ടും അടച്ചാൽ മതിയാകും. അതുപോലെ സ്കൂൾ മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവർ ആദ്യം പ്രവേശനം നേടിയ സ്കൂളിൽ അടച്ച കോഷൻ ഡെപ്പോസിറ്റ്, PTA ഫണ്ട് എന്നിവ അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാർ നിർബന്ധമായിട്ടും തിരികെ നൽകേണ്ടതാണെന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ കോഴ്സ് മാറ്റമാണ് ലഭിച്ചതെങ്കിൽ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് അടക്കുകയും അതായത് എന്തെങ്കിലും അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അടച്ചാൽ മതി. അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് അടക്കുക. അതുപോലെ തന്നെ പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യുക. അധികമായിട്ട് ഫീസ് അടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിൽ നിന്ന്
കൊമേഴ്സിലേക്കോ സയൻസിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ കിട്ടുകയാണെങ്കിലോ, കൊമേഴ്സിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്കോ സയൻസിലേക്കോ കിട്ടുകയാണെങ്കിലോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ സയൻസിലേക്കോ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ എക്സ്ട്രാ ആയിട്ട് ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.